എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കച്ചവടത്തിലോട്ട് വന്നത്? അതിന്റെ കാര്യങ്ങൾ പറഞ്ഞോ. ജീവിക്കാൻ മാർഗമില്ലാത്തോണ്ട് ഞാൻ മക്കളുടെ കാര്യം മോളെ അയച്ചു. ഒരു മോനുണ്ട്, സുഖമില്ലാത്ത ആള്. ഇപ്പൊ നമ്മള് 2 കരി വരുന്ന മുട്ടയാണോ? ചിലതിനകത്ത് 2 കരുവ് കാണും, ചിലതിനകത്ത് ഒറ്റ കരി. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. താറാമുട്ട താറാമുട്ട അത് കണക്ക് തന്നെ, നല്ല മുട്ട. നാടൻ താറാമുട്ട ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം സൈസ് ഇല്ല. മറ്റേ പാണ്ടിത്താറാവിന്റെ മുട്ട നല്ല സൈസ് ആയിട്ട് വരുന്നത്. നല്ല താറാമുട്ടയാണ്. ഇത് ചങ്ങനാശ്ശേരിന്ന് വരുന്ന മുട്ട. ഹായ് ഫ്രണ്ട്സ്, രാഹുലാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം കുണ്ട്ര ശാസ്താംകോട്ട കടപ്പുഴ പാലത്തിന് സമീപത്തായിട്ടാണ് നിൽക്കുന്നത്. ഓൾറെഡി നമ്മളെപ്പോഴും ഇതുവഴി ട്രാവൽ ചെയ്യുന്നതാണ്. ട്രാവൽ ചെയ്യുന്ന വഴിക്ക് മിക്കവാറും ഞാൻ ഈ ഒരു പാലത്തിന് സൈഡിലായിട്ട് ഒരു അമ്മ കച്ചവടം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ മിക്കവാറും കാണാറുണ്ട്. പലപ്പോഴായിട്ട് വിചാരിക്കുന്നത് അമ്മയടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ്. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ അവിടെ അമ്മയടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ മുട്ടക്കച്ചവടത്തിൻ്റെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമസ്കാരമുണ്ട്. മിക്കവാറും നമ്മൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നതാണ്. അപ്പം എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് അമ്മ കുറേ മുട്ടയായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പറയാം, എത്ര നാളായി നമ്മൾ ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ട്? ഇപ്പം 5 വർഷത്തോളമായി. 5 വർഷത്തോളമായി അല്ലേ? 5 വർഷത്തോളമായി. എങ്ങനെയാണ് ഈ ഒരു നമ്മൾ ഈ ഒരു കച്ചവടത്തിലോട്ട് വരാനുള്ള കാര്യം എന്താണ്? നമ്മുടെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ 2 മക്കള്. 2 മക്കൾ. ഒരു മോനും ഒരു മോളും. മോളെ അയച്ചു. മോനിങ്ങനെ സുഖമില്ലാത്ത ആള്. മുട്ട കൊടുക്കാം, കാര്യങ്ങൾ മുട്ട കൊടുക്കാം. അവൻ പറയാം. അവൻ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് പോകുന്നത്. ഇതുകൊണ്ടൊക്കെ ജീവിതം ഇങ്ങനെ പോകുന്ന മക്കളെ. എങ്ങനെ നമുക്ക് കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? കച്ചവടമൊക്കെ ഇപ്പൊ കുറവാ. ചില സമയത്ത് കച്ചവടം കിട്ടും. ചില സമയത്തൊക്കെ ഇപ്പൊ കുറവാ, ചൂടായോണ്ടൊക്കെ. ഈ മുട്ട ചങ്ങനാശ്ശേരി. ഒന്നുമില്ല. നമ്മളെ പ്രേക്ഷകർ അറിയട്ടെ കാര്യം, നമ്മളെ ഇങ്ങനത്തുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അവര് കുറെ നമുക്ക് കാര്യങ്ങളൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മയുടെ വിഷമങ്ങൾ പറഞ്ഞോ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കച്ചവടത്തിലോട്ട് വന്നത്? അതിന്റെ കാര്യങ്ങൾ പറഞ്ഞോ. ജീവിക്കാൻ മാർഗമില്ലാത്തോണ്ട് ഞാൻ മക്കളുടെ കാര്യം മോളെ അയച്ചു. ഒരു മോനുണ്ട്, സുഖമില്ലാത്ത ആള്. ഇപ്പൊ നീ സുഖമായി കിട്ടി. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഇതിലോട്ട് വന്നല്ലേ. അപ്പം എങ്ങനെ എത്ര മണിയാകും അമ്മ ഈ കട? മക്കളെ 7 മണിയാകുമ്പോ തുറക്കും. രാവിലെ 7 മണിക്ക് തുറക്കും. അപ്പം അടയ്ക്കുന്ന എത്ര മണിക്കാണ്? 8:30 ആകുമ്പോ അടയ്ക്കും. 8:30 ആകുമ്പോഴത്തേ അടയ്ക്കും. വൈകിട്ട് 8:30 ആകുമ്പോൾ. രാത്രി 8:30 ആകുമ്പോഴത്തേന് അടയ്ക്കും മക്കളെ. അതെന്തായാലും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അമ്മയുടെ കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുക. അപ്പം ഇതുവഴി യാത്ര ചെയ്യുന്നവരായിരിക്കും നമ്മൾ കൊല്ലക്കാരെല്ലാവരും. ഞാനും ഇതുവഴി മിക്കവാറും പാസ് ചെയ്യുന്ന മിക്ക ദിവസങ്ങളും ഞാൻ അമ്മയെ കാണാറുണ്ട്. പലപ്പോഴും മുഖ്യ നമ്മൾ കാര്യങ്ങളെല്ലാം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇന്നാണ് നമുക്ക് സൗകര്യം വന്നത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എത്തിയത്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ മുട്ടയുടെ മുട്ട ഏതൊക്കെയാണെന്ന് പറയാം. അത് കോഴിമുട്ട, താറാമുട്ട. കോഴിമുട്ട, താറാമുട്ട. അത്യാവശ്യം നല്ല സൈസുള്ള മുട്ടകളാണ്. കാണിക്കാമോ? നല്ല മുട്ട. ഇത് നമ്മുടെ 2 കരി വരുന്ന മുട്ടയാണോ? ചിലതിനകത്ത് 2 കരുവ് കാണും, ചിലതിനകത്ത് ഒറ്റ കരി. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. താറാമുട്ട അത് കണക്ക് തന്നെ, നല്ല മുട്ട. നാടൻ താറാമുട്ട ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം സൈസ് ഇല്ല. മറ്റേ പാണ്ടിത്താറാവിന്റെ മുട്ട നല്ല സൈസ് ആയിട്ട് വരുന്നത്. നല്ല താറാമുട്ടയാണ്. ഇത് ചങ്ങനാശ്ശേരിന്ന് വരുന്ന മുട്ട. ചങ്ങനാശ്ശേരിന്ന് വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് നാടൻ എന്ന് പറഞ്ഞു സാറൊക്കെ വരുന്നുണ്ടോ മുട്ട ഇവിടുന്ന്. താറാമുട്ട ഉണ്ട് സാറേ, 100 രൂപ 10. കോഴിമുട്ട 12 എണ്ണം 100. ഇത് കോഴിമുട്ട. ഇത് നാടൻ മുട്ടയാണ്. എങ്ങനെ ഇല്ല, ഈ മുട്ടയേ ഉള്ളൂ. താറാമുട്ട മതിയോ? വെള്ളമുട്ടയാ കോഴിമുട്ട ചോദിക്കുന്നതേ. അതില്ലല്ലോ നമ്മുടെ. വെള്ളമുട്ട നമ്മളെടുത്ത് വെക്കാറില്ല.
നമുക്ക് ഇവിടെ നാടൻ മുട്ട മാത്രമേ ഉള്ളൂ, വെള്ളമുട്ട സാധാരണ തോക്കുമുട്ട. അപ്പൊ ഇതൊക്കെ എന്താണ് ഇങ്ങനെ കെട്ടാക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മക്കളെ കെട്ടി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും ഇതുകൊണ്ടൊക്കെ ഇപ്പൊ വണ്ടി വന്നു കെട്ടി വെച്ചോണ്ടല്ലേ സാറിന് ഒരെണ്ണം പെട്ടെന്ന് കൊടുത്തേ. കാരണം ഇവിടെ വണ്ടി അങ്ങനെ ഇടാനുള്ള സ്ഥലമില്ലല്ലോ, ഇപ്പോഴും വണ്ടി പോകുന്നതില്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കെട്ടി അങ്ങ് വെക്കും. അതായത് വരുന്നവര് നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് കൊടുത്തു വിടുക. നമ്മുടെ കാടമുട്ട കാടമുട്ട വരണം 40 രൂപ ഒരു പാക്കറ്റ്. കാടമുട്ട നല്ലതായിട്ട് നടക്കട്ടെ. അപ്പൊ ഞാൻ ഇതുവരെ ഇടയ്ക്ക് പോകുന്നുണ്ട്, അപ്പൊ കേറാവുന്നതാണ്. നമ്മുടെ പ്രേക്ഷകരുടെ പറഞ്ഞു. എന്തോ മക്കളെ പറയാന്, എല്ലാം ജീവിതം ഇങ്ങനൊക്കെ തന്നെ. നമുക്കറിയാം കഷ്ടപ്പാടും ഒരുപാടുണ്ട്, പിന്നെ അതിലൊക്കെ അങ്ങ് പോന്നു. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോവുക. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല, ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നു. നമ്മളുടെ കഴിവുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകും. നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടിന് പോകത്തില്ല. എന്തായാലും നടക്കട്ടെ. നമുക്ക് ഇനി കാണാം. നമ്മുടെ പ്രേക്ഷകരിൽ ഞാൻ ഈ ഒരു വീഡിയോ എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അമ്മയുടെ ഫോൺ നമ്പർ ഞാൻ വീഡിയോക്ക് കൊടുക്കുക. അതായത് ഇവിടെ വന്ന് അമ്മയെ കാണാതെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അമ്മയെ കോൺടാക്ട് ചെയ്യട്ടെ, അപ്പോൾ അവർ വാങ്ങിക്കൊണ്ട് പോകും. പിന്നെ കൊല്ലം ജില്ലക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഉള്ളവർക്ക് നമ്മൾ കറക്റ്റ് സ്പോട്ട് നമ്മൾ പറയണം അല്ലേ? ഓക്കെ മാം. എന്തായാലും അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ശാസ്താംകോട്ട കടവൂർ പാലത്തിന് സമീപത്ത് നമ്മുടെ ഉഷയമ്മയുടെ കടയിലാണ്. ഓൾറെഡി ഞാൻ വീഡിയോക്കകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൊല്ലക്കാരൊക്കെ ആണെങ്കിൽ ഇതുവഴി പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ കടയിൽ കയറുക. ഞാൻ എന്തായാലും നമ്മൾ മുട്ട വാങ്ങിച്ചിട്ടുണ്ട്, താറാമുട്ട വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി മുട്ട വാങ്ങിച്ച് അമ്മയെ സഹായിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.